പുത്തൻവേലിക്കര കൊലപാതക കേസിൽ വധശിക്ഷയ്ക്ക് വിധിച്ച പ്രതിയെ വെറുതെ വിട്ടത് അന്വേഷണത്തിലെ വീഴ്ചകൾ എണ്ണിപ്പറഞ്ഞ് ഹൈക്കോടതി ഉത്തരവിൽ അന്വേഷണ ഉദ്യോഗസ്ഥനെതിരെ ഗുരുതര പരാമർശങ്ങൾ. ബലാത്സംഗ കേസിലെ പ്രതിയെ ആദ്യം ദന്ത ഡോക്ടർക്ക് മുന്നിൽ പരിശോധനയ്ക്ക് എത്തിച്ചത് അതീവ സംശയകരമെന്നും കോടതി. ബിനിൽ, ഈ ദന്ത ഡോക്ടർക്ക് മുൻപിലേക്കൊക്കെ ഇങ്ങനെ ബലാത്സംഗ കേസിലെ പ്രതിയെ എത്തിക്കുന്നതിന്റെ ആവശ്യമെന്നും ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്. അതിൽ സ്വാഭാവികമായിട്ടും ആർക്കും സംശയം തോന്നാവുന്ന കാര്യമാണ്. ഇപ്പോൾ കോടതി എന്തൊക്കെ വീഴ്ചകളാണ് ചൂണ്ടിക്കാണിക്കുന്നത്? പുത്തൻവേലിക്കര കൊലപാതകത്തിൽ പോലീസിന് വലിയ വിമർശനമാണ് നേരിടേണ്ടി വരുന്നത്. പക്ഷേ ആ സംഭവം എന്ന് പറയുന്നത് വളരെ ആ നാടിനെ നടുക്കിയ ഒരു സംഭവമാണ്. പ്രത്യേകിച്ച് 2018 മാർച്ച് മാസം 18-ാം തീയതിയാണ് ആ പ്രായമായ സ്ത്രീ അവിടെ കൊല്ലപ്പെടുന്നത്. അത് ഒരു പട്ടാപ്പകൽ നടന്ന ഒരു കൊലപാതകമാണ്. ഉച്ചയ്ക്ക് 1:30 മണിക്ക് നടന്നൊരു സംഭവമാണ്. അതിലെ പ്രതിയായി പോലീസ് അറസ്റ്റ് ചെയ്തത് ഇവരുടെ വീടിനോട് ചേർന്ന് തന്നെ ഔട്ട് ഹൗസിൽ വാടകയ്ക്ക് താമസിച്ചിരുന്ന സാഹുവിനെയാണ്, പരിമൾ സാഹുവിനെയാണ്. അസം സ്വദേശിയാണ്. പക്ഷേ ഇയാളെ അറസ്റ്റ് ചെയ്ത ശേഷമുള്ള തുടർ നടപടികൾ, അതിലാണ് പോലീസിന് വലിയ വീഴ്ച സംഭവിച്ചിരിക്കുന്നത്. ഇതിലെ റിക്കവറി, അതായത് ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് ശേഖരണം മുതൽ ഇങ്ങോട്ട് പോലീസിന് വലിയ പാളിച്ചകൾ സംഭവിച്ചു എന്നാണ് ഹൈക്കോടതി അതിന്റെ ഉത്തരവിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അന്വേഷണ ഉദ്യോഗസ്ഥനെതിരെ വളരെ ഗുരുതരമായ വിമർശനങ്ങളും പരാമർശങ്ങളും ഹൈക്കോടതി ഉത്തരവിലുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഈ പരിമൾ സാഹുവിനെതിരെ ചുമത്തപ്പെട്ടത് ബലാത്സംഗം അടക്കമുള്ള കുറ്റങ്ങളാണ്. അയാളെ ആദ്യമായി പരിശോധിക്കാൻ കൊണ്ടുചെല്ലുന്ന ഒരു ദന്ത ഡോക്ടർക്ക് മുന്നിലാണ്. അത് അതീവ സംശയമുണ്ടാക്കുന്നതാണ് എന്നാണ് കോടതി, ഹൈലി സസ്പീഷ്യസ് എന്നാണ് കോടതി ആ ഉത്തരവിൽ തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ കേസിന്റെ ഒരു പശ്ചാത്തലം പരിശോധിച്ചാൽ നേരത്തെ സെഷൻസ് കോടതി വധശിക്ഷയ്ക്ക് വിധിച്ചയാളാണ് ഈ പരിമൾ സാഹു. അപൂർവങ്ങളിൽ അപൂർവമായ കേസായി കണ്ട് സെഷൻസ് കോടതി വധശിക്ഷയ്ക്ക് വിധിച്ച ഒരു കേസാണ് ഹൈക്കോടതി ആ പ്രതിയെ വെറുതെ വിട്ട് ഇന്ന് തന്നെ പരിമൾ സാഹുവിനെ ആ ജയിലിൽ നിന്ന് മോചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. കാരണം അടിയന്തരമായി മോചിപ്പിക്കാനാണ് ഹൈക്കോടതി ഉത്തരവിട്ടത്. ഈ പ്രതിക്കെതിരെ പോലീസ് കൊണ്ടുവന്ന ഒരു തെളിവും ഈ കൊലപാതകം നടത്തിയത് പരിമൾ സാഹു ആണെന്ന് ബോധ്യപ്പെടാൻ പാകത്തിലുള്ളതല്ല എന്നാണ് ഹൈക്കോടതി വ്യക്തമാക്കുന്നത്. ശാസ്ത്രീയ തെളിവുകളെ കോടതി നിരാകരിക്കുന്നു, സാഹചര്യ തെളിവുകളെയും സാക്ഷിമൊഴികളെയും നിരാകരിക്കുന്നു. ഇതൊന്നും ഈ കേസിൽ ഇയാളാണ് ഈ കൊലപാതകം ചെയ്തതെന്ന് ഉറപ്പിക്കാൻ കഴിയുന്നതല്ല. അതോടൊപ്പം തന്നെ അന്വേഷണത്തിലെ വീഴ്ചകൾ എണ്ണിപ്പറഞ്ഞുകൊണ്ടാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഈ കേസിലെ പ്രതിയെ വധശിക്ഷയിൽ നിന്ന് മോചിപ്പിക്കുക മാത്രമല്ല എല്ലാ കുറ്റങ്ങളിൽ നിന്നും മോചിപ്പിച്ച് ജയിൽ മോചിതനാക്കിയിരിക്കുന്നു. ശരി, ബിനിലാണ് വിവരങ്ങൾ നൽകിയത്.